തീർച്ചയായും ഇന്ന് പുലർച്ചെ ഒരു 7 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ബസ് കാത്തു നിന്ന അവരുടെ ഇടയിലേക്ക് ടിപ്പർ ലോറി, അതായത് നിറയെ മണ്ണുമായി വന്ന ടിപ്പർ ലോറിയാണ്, ലോഡുമായി വന്ന ടിപ്പർ ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ച് കയറിയത്. ഇതില് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലീസ്. അത് വിദ്യാർത്ഥികളാണോ എന്നുള്ളത് വ്യക്തതയില്ല. 2 പേർ മരിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോറി ഡ്രൈവറായ നിസാമിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 40 വയസ്സാണ് നിസാമിന് പ്രായം. നിസാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നവനീത്, റിഷാഫ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിലാൽ, വിശ്വംഭരൻ മകൻ ലക്ഷ്മി കോട്ടേജ് കുടവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, 54 ഹരിലാലിനും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ മൃതശരീരമാണ് മണ്ണിനടിയിൽ നിന്നും ലഭിച്ചത്. എന്തായാലും ഇത് വലിയൊരു ദുരന്തമായി തന്നെ മാറി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ബസ് കാത്തു നിന്ന വിദ്യാർത്ഥികളാണ്, ട്യൂഷനൊക്കെ പോകാനായിട്ട് നിന്ന വിദ്യാർത്ഥികളാണ്. ഇവരുടെ ഇടയിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയിരിക്കുന്നത്. 7ലധികം ആൾക്കാർ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളടക്കം അതുപോലെ തന്നെ ഒരു ബൈക്കിൽ സമീപത്തായിട്ട് ഉണ്ടായിരുന്നു. ബൈക്കിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുണ്ട്. ഈ അപകട സമയത്ത് ഇതെല്ലാം തൊട്ടടുത്ത് തന്നെ നടന്ന സംഭവമാണ്. ഒരു മതിൽ അടക്കം ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഈ മണ്ണും കട്ടയും കല്ലും അടക്കമാണ് ഇവരുടെ ശരീരത്തേക്ക് വീണത്. അങ്ങനെ നിരവധി പേർ മണ്ണിനടിയിൽ പെടുകയും ചെയ്തു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് വലിയ ആശ്വാസകരമാണെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും പെട്ടെന്ന് തന്നെ പ്രവേശിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. വിദ്യാർത്ഥികളെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി, കൊട്ടാരക്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ജീവൻ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണും കല്ലും കട്ടയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൃതശരീരം മണ്ണിനടിയിൽ നിന്നും ലഭിച്ചിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ തെരച്ചിലുകൾ നടത്തുന്നത്. ഏറെ നേരം തുടങ്ങിയ തെരച്ചിലാണ്. 7 മണിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പ്രാഥമികം എന്നോണം 2 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തോ റൈറ്റ്. മുൻ MLA ആയിഷ പോറ്റി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ആയിഷ പോറ്റി, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? വ്യക്തത വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് എളുപ്പം പോകും. ഞാനിപ്പോ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴുമാണ് വേഗം ന്യൂസ് ചാനൽ വെച്ച് നോക്കിയത്. രാവിലെ ഇവിടെ ആൾക്കാരിരുന്നുകൊണ്ട് ചാനൽ ന്യൂസ് കാണാൻ പറ്റിയില്ല. കണ്ടപ്പോഴാണ് അങ്ങേറ്റം ദൗർഭാഗ്യകരമായി പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ടിപ്പർ ലോറിയിലെ മണ്ണടി അത് വളരെ അപകടം എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോ ഇനി എന്താണ് അതിന്റെ ഓവർ സ്പീഡ് ആയിരുന്നോ അല്ലാത്താണോ ആ സ്ഥലം മുക്കോണിമുക്കറിയാം. എന്നാലും ഇത്രയും കുട്ടികളൊക്കെ നിൽക്കുന്നിടത്തേക്ക് മണ്ണ് കുറച്ച് ഒരു സൈഡിൽ പോയി എന്നൊക്കെയാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. സത്യത്തിൽ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്ത് പറഞ്ഞാലും ഇത് എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കർശനമായ നടപടിയും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പാടാണ്. അങ്ങേയറ്റം വിഷമകരമായ ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ടത്. ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്, റെഡിയാവുകയാണ് പോവാനായിട്ട്. ഈ വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അങ്ങേയറ്റം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഈ വാർത്ത കണ്ടുകൊണ്ടുള്ള ഇൻഫർമേഷനാണ് എനിക്കുള്ളത്. പിന്നെ ഒരാളിപ്പോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ, അത് ഞാൻ അറിഞ്ഞു അതിന് മുമ്പ് ന്യൂസ് വെച്ചപ്പോ. എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, ആശുപത്രിയിലേക്കും പോകാൻ പോവുകയാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇത് അങ്ങേയറ്റം കഷ്ടമായി പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ലോറി മറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ നിരപ്പായ പ്രദേശമാണെന്ന് തോന്നുന്നു. നീലേശ്വരം റോഡ് നിരപ്പായ റോഡാണ്. പിന്നെ ആ അമ്പലപ്പുറത്തേക്ക് തിരിയുന്നിടത്ത് ഒരു ചെറിയ കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഓടിച്ചവരുടെ അശ്രദ്ധയാണോ, ഓവർ സ്പീഡാണോ, ഓവർ ലോഡാണോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. ഓരോ അപകടങ്ങൾ വരുമ്പോഴാണ് ഇനി ഇങ്ങനെ വരരുതെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. എത്ര കാലം കൊണ്ട് ഇത് കേൾക്കുന്നുണ്ട്. ഈ മണ്ണടിക്കലും അതിന്റെ സ്പീഡും. അവർക്കൊരു കർശന നിയന്ത്രണം വെച്ച് നിയമാനുസൃതം ഉള്ളതൊക്കെ ചെയ്യട്ടെ. പക്ഷെ എത്രയോ ഓർത്തിട്ടേ സഹിക്കാൻ പറ്റാത്ത ഒരു പ്രയാസമായി പോയി ഇത്. അതെ അതെ അതെ.
എന്തായാലും ഓക്കെ, നന്ദി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഞങ്ങൾ ബന്ധപ്പെടാം. ശ്രീമതി ഐഷ പോറ്റിയാണ് പ്രതികരിച്ചത്. മുൻ എം എൽ എ സൂചിപ്പിച്ച പോലെ ഈ മണ്ണടിക്കുന്ന ലോറികളുടെ അതിവേഗത്തിലുള്ള പാച്ചിൽ അത് പലപ്പോഴും മരണക്കിണിയാവുന്നുണ്ട്. ഇത് പക്ഷേ അത്തരത്തിലാണോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നോ അല്ലെങ്കിൽ അമിത വേഗതയാണെന്നോ ഒന്നും പറഞ്ഞു വെക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ അതിരാവിലെ 7 മണി മുതൽ തന്നെ മണ്ണടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരുമെന്നാണെങ്കിലും ഐഷ പോറ്റി മുൻ എം എൽ എ സൂചിപ്പിച്ച പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. അത് പലകുറി ആവർത്തിക്കുമ്പോഴും ഈ അപകടങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു എത്രമാത്രം അത് ദുരന്തമാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. എന്താണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളാണ്. ഒപ്പം ഒരു ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബൈക്ക് യാത്രക്കാരനിൽ ഇടിക്കാതെ ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം തെറ്റി മറിഞ്ഞു എന്നുള്ള വിവരങ്ങളുമൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. മതിലിലേക്ക് ഇടിച്ചു, മതിൽ തകർന്നു, ആ ലോറിയിൽ നിറയെ മണ്ണുണ്ടായിരുന്നു, ആ മണ്ണും ആ റോട്ടിലേക്ക് മറിഞ്ഞു. അങ്ങനെ കുറേയേറെ വിദ്യാർത്ഥികൾ, ഏതാണ്ട് 9 പേരുണ്ടായിരുന്നു എന്നാണ് നേരത്തെ ആ മെമ്പർ ജലജ നമ്മളോട് പറഞ്ഞത്. ആ 9 വിദ്യാർത്ഥികളിൽ 6 പേർ ഓടി രക്ഷപ്പെട്ടു, 3 പേരാണ് അപകടത്തിൽ പെട്ടുപോയത്. ഓടി മാറാൻ കഴിയാതെ ആ ലോറിക്കടിയിൽ മണ്ണിനടിയിൽ പെട്ടുപോയത്. അവർ ഏറെക്കുറെ മരണം സംഭവിച്ച രീതിയിലാണ്, സാഹചര്യമാണ് എന്നാണ് മെമ്പറും പറയുന്നത്. മാത്രമല്ല മെമ്പർ പറയുന്ന വിവരങ്ങൾ അത് മെമ്പർക്കും സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആ നാട്ടുകാർ നൽകിയ വിവരമാണ് മെമ്പർക്ക്. ഏതാണ്ട് 5 മുകളിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ തന്നെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിലായിരുന്നു 5 പേരെ കൊണ്ടുപോയത് എന്നാണ് മെമ്പർ ജലജ ന്യൂസ് 18 നേരത്തെ വ്യക്തമാക്കിയത്. ഈ ചില കുട്ടികൾ അവിടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ചികിത്സയിലായിട്ടുണ്ട് എന്നൊക്കെ വിവരങ്ങളുണ്ട്. എന്നാലും ഈ കൂടുതൽ വിവരങ്ങൾ അത് ഹോസ്പിറ്റലിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അവർ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വരാതെ നമുക്കതിൽ ഒരു വ്യക്തത നൽകാൻ കഴിയില്ല. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമൊക്കെയാണ് അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് വരുന്നത്. രാവിലെ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ബാഗുമായി നിന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിന്നവരാണ്. അവർക്ക് നേരെയാണ് ഒരു ടിപ്പറിൻ്റെ രൂപത്തിൽ മരണമെത്തുന്നത്, അപകടമെത്തുന്നത്. അപകടത്തിൽ 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്ന് പറയുന്നു. ആ ടിപ്പർ ഡ്രൈവർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിസാം എന്ന 40 വയസ്സുകാരനാണ് ആ ടിപ്പർ ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിനും ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. നേരത്തെ ആ മെമ്പർ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ അദ്ദേഹവും ഏറെക്കുറെ നിശ്ചലനായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തെയും കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്ക്. എത്രമാത്രം ഗുരുതരമാണ് മറ്റുള്ളവരുടെ സാഹചര്യം എന്നുള്ളതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. നമുക്ക് ഒരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ വരട്ടെ, ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ പേരുവിവരങ്ങൾ നൽകാം. അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആക്കി. വളരെ വേഗത്തിൽ മണ്ണിനടിയിൽ നിന്നും അകപ്പെട്ടവരെ മാറ്റാൻ, പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂർ 1 ആകുന്നു, ഏറെക്കുറെ 1.5 മണിക്കൂറോളമായി അപകടം നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകട സ്ഥലത്തെ മണ്ണൊക്കെ പൂർണ്ണമായും ഏറെക്കുറെ നീക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്നാണ് വലിയൊരു അപകടമാണ് രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്തുണ്ടായത്. നല്ല റോഡാണ് അവിടെ, അത്തരമൊരു അത്യാവശ്യം ദൂര കാഴ്ചയുള്ള റോഡാണ്. പക്ഷേ ഒരു ജംഗ്ഷനാണ്. മുകളിൽ നിന്ന് ഇറക്കത്തിൽ നിന്നും ഒരു റോഡ് വന്ന് ചേരുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്നും വന്നതാണെന്ന് തോന്നുന്നു ഈ ടിപ്പർ. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം ആ ബൈക്ക് ഒരു പക്ഷേ ഇറങ്ങി വന്നതാകാം. അപ്പോൾ എന്താണെങ്കിലും ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബ്രേക്കിങ്ങിനിടെയാണ് ഈ നിയന്ത്രണം തെറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയും കുട്ടികളുടെ ദേഹത്തേക്ക് ആ ലോറി മറിയുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി അതിൻ്റെ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, സ്കൂളിലേക്ക് ടിഫിൻ ബോക്സും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ആയി പോയ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മണ്ണ് കയറ്റിയ ലോറി മരണത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഊഹിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. പക്ഷേ അത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.